ഗൈസ്, ഗിഫ്റ്റ് ലേണിംഗ് ക്ലിനിക്കിൻ്റെ ടീച്ചിങ് ടിപ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾ ബേസിക് പഠിക്കുന്ന സമയത്ത് കുട്ടികളെ റീഡ് ചെയ്യാനും അല്ലെങ്കിൽ റൈറ്റിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചെറിയൊരു അശ്രദ്ധ അത് ചിലപ്പോൾ കുട്ടിയുടെ തുടർ പഠനത്തെ പോലും ബാധിച്ചേക്കാം. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കുട്ടി നമ്മളിത് വായിക്കാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. കുട്ടി വായിക്കുന്നു, അരി, അരം, അണ, അടി എന്നൊക്കെ വായിക്കുന്നു. കുട്ടിക്ക് അടുത്തൊരു വേർഡ് വായിക്കാൻ കിട്ടുന്നില്ല. കുട്ടി രണ്ടക്ഷരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം കിട്ടുന്നു, അല്ലെങ്കിൽ കുട്ടി സമാനമായ ഇപ്പോൾ കാ കഴിഞ്ഞിട്ട് ലാക്ക് പകരം ഈ എന്ന് വായിക്കുന്നു. ആ കുട്ടി തെറ്റായിട്ട് വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നുകിൽ സാധാരണ പേരൻസ് തിരുത്തും, മോളെ അത് കലർന്നാണല്ലോ വായിക്കുക എന്ന് പറയും. അതല്ലെങ്കിൽ ഒന്നാമത്തെ അക്ഷരം കായല്ലേ, രണ്ടാമത്തെ അക്ഷരം ലായല്ലേ, അപ്പോൾ അവിടെ ശേഷം അമ്മ വന്നാൽ കലർന്നല്ലേ വായിക്കുക. അതല്ലെങ്കിൽ നിനക്ക് തിരിയുന്നില്ലേ, നിനക്ക് അറിയുന്നില്ലേ, നിനക്ക് പഠിച്ചിട്ടില്ലേ, നിനക്ക് എന്താ എത്ര പഠിച്ചെന്ന് തലേ കയറാത്തത്, അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ തിരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതാണ് പൊതുവെ ഉണ്ടാവുക. ഓക്കെ, ചില പേരൻസ് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് മുതൽ വന്ന മിസ്റ്റേക്ക് കാര്യങ്ങൾ പറയാം. കുട്ടി അരി എന്ന് വായിച്ചപ്പോൾ നമ്മൾ വെരി ഗുഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളവിടെ ഒന്നും പറഞ്ഞില്ല. അരി, അണം, അരം, അണ, അടി എന്ന് കുട്ടി ശരിയായി വായിച്ചപ്പോൾ നമ്മളൊന്നും വേണ്ടിയില്ല. അതേസമയം കുട്ടി തെറ്റായി വായിച്ചപ്പോഴാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അരം എന്ന് വായിച്ചപ്പോഴും അണ എന്ന് വായിച്ചപ്പോഴും ഒക്കെ നമ്മൾ വെരി ഗുഡ് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അതിനൊന്നും വെരി ഗുഡ് പറയാതെ കുട്ടി കളം എന്നത് തെറ്റ് വായിച്ചപ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കുമ്പോൾ കുട്ടിയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള ബോധമാണ് കുട്ടിയിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ തെറ്റുകൾ ഒരുപാടുണ്ടാവും. എന്തൊക്കെ തെറ്റുകളും നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്നു അതെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തീർന്നു എന്ന് വരില്ല. ഇപ്പോൾ ശരിയായ രീതിയിലൂടെ ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അരി എന്ന് വായിച്ചപ്പോൾ വെരി ഗുഡ്, അരം എന്ന് വായിക്കുന്നു വെരി ഗുഡ്, അങ്ങനെ അണ, അടി ഓരോ നമ്മൾ വെരി ഗുഡ് എന്ന് പറയുന്നു. കുട്ടി കളം എന്നതിലെത്തിയിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല. ഒന്നുകിൽ കുട്ടിക്ക് 2 ലെറ്റേഴ്സ് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ലെറ്റർ അറിയാം, മറ്റേ ലെറ്റർ കിട്ടുന്നുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ അറിയുന്ന ലെറ്റർ മറന്നു പോയിട്ടായിരിക്കും. അപ്പോൾ കുട്ടിക്ക് അറിയുന്ന ലെറ്ററാണ്, കുട്ടി പഠിച്ചതാണ് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ കുട്ടിയോട് നമുക്ക് പറയാം, നമ്മളൊന്നും കൂടി ട്രൈ ചെയ്തട്ടെ, നമുക്ക് കിട്ടും, നമ്മളൊന്ന് നോക്കിയട്ടെ എന്ന് നമുക്ക് പറയാം. ഇനി അതല്ല, കുട്ടിക്ക് 1 2 വട്ടം നമ്മൾ ഒന്നുകൂടി നോക്കി വായിച്ചട്ടെ, അല്ലെങ്കിൽ മോനൊന്ന് നോക്കി വായിച്ചട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ ഒന്നും പറയേണ്ടതില്ല. ഓക്കെ, മിണ്ടാതിരിക്കുക. കുട്ടി ആ ലെറ്റേഴ്സുകൾ അറിയാത്ത ലെറ്റർ നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അത് മാത്രം ചെയ്യാം. അങ്ങനെ കുട്ടി അരി, അരം, അണ, അടി ഇതൊക്കെ വായിക്കുന്ന നമ്മൾ വെരി ഗുഡ് പറഞ്ഞു. കളന്ന് വായിക്കുമ്പോൾ മോനെ ഒന്നുകൂടി നോക്കി വായിച്ചട്ടെ 1 2 വട്ടം പറഞ്ഞു. കുട്ടിക്ക് അത് കിട്ടുന്നില്ല. നമ്മൾ കൂടുതൽ നിൽക്കേണ്ട, അടുത്ത വേർഡിലേക്ക് നമ്മൾ വിരൽ വെക്കുന്നു. ഓക്കെ, പിന്നെ കുട്ടി അടുത്ത വേർഡ്സൊക്കെ വായിക്കുന്നു. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാതെ നേരത്തെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയോ നമ്മൾ ചെറിയ സൂചനകൾ കൊടുത്തിട്ട് കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചനകൾ കൊടുത്തിട്ട് വായിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിനിൽ അത് എടുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാവുക എനിക്ക് വായിച്ച് തെറ്റിയാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുള്ള മൈൻഡ് സെറ്റാണ് ഉണ്ടാവുക. അത് കുട്ടിക്ക് പിന്നെ നന്നായിട്ട് പഠിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ നിന്ന് കുട്ടിയെ തളർത്തണം. പിന്നെ അതുപോലെ തന്നെ കുട്ടിയെ നമ്മൾ തിരുത്തുമ്പോൾ കുട്ടി കരുതുന്നത് എൻ്റെ അടുത്ത വേർഡും തെറ്റോ, ഇതുപോലെ അമ്മ തിരുത്തോ എന്നാണ് കുട്ടി കരുതുക. അങ്ങനെ കരുതി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് പൂർണ്ണമായ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കിട്ടാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുക, ചീത്ത പറയുക, അടിക്കുക, കളിയാക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ളതും കുട്ടിക്ക് കിട്ടില്ല. ഓക്കെ, നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാൽ കുട്ടിയുടെ ഉള്ളിൽ എനിക്കറിയില്ല എന്നുള്ള ഒരു തോന്നൽ ഇല്ലാതെ നമുക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുട്ടി ഈ 4 വായിച്ചു, 1 മാത്രമേ വിട്ടുപോയത്. അപ്പം നമ്മളൊന്നും മിണ്ടുന്നില്ല, നേരിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. കുട്ടിക്ക് അറിയുന്നുണ്ടോ അറിയുന്നില്ല ഒന്നും നോക്കുന്നില്ല. നമ്മൾ കുട്ടി ശരിയായിട്ട് വായിച്ചത് മാത്രം വെരി ഗുഡ് പറയുന്നു, തെറ്റായിട്ട് വായിച്ചത് മിണ്ടാതിരിക്കുന്നു, കുട്ടി അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ കുട്ടിക്ക് എനിക്കറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് കുട്ടിയിൽ എന്ത് ചെയ്യും വരും. ഈവൻ തെറ്റായിട്ട് വായിച്ചാൽ പോലും നമ്മൾ തെറ്റാണെന്ന് പോലും പറയാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടിയിൽ അത് അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആവുകയും കുട്ടിക്ക് പെട്ടെന്ന് വായന പഠിക്കാനൊക്കെ സാധിക്കും. ഇതല്ലാതെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയും തിരുത്തുകയും ചെയ്യുന്ന നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്ന പേരൻസുണ്ട്. അപ്പം അത്തരം കുട്ടികൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ കുട്ടിക്ക് ഏത് കാര്യം അറിയുന്ന കാര്യമാണെങ്കിൽ പോലും കുട്ടിയുടെ ഭാഗത്തുനിന്ന് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വായനയും അതുപോലെ തന്നെ കൂടുതലായിട്ട് തെറ്റിക്കുകയും ഇനിയിപ്പോൾ അറിയുന്ന വേർഡാണെങ്കിൽ ആ വേർഡിൻ്റെ ലെറ്റേഴ്സ് കുട്ടി ഏത് സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനൊക്കെ കാരണമാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. 1, വായിച്ചതിന് വെരി ഗുഡ് പറയുക. 2, തെറ്റിപ്പോയത് കുട്ടിയെ കൊണ്ട് തന്നെ ട്രൈ ചെയ്യിപ്പിക്കുക. ഒന്നുകൂടി വായിച്ചട്ടെ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിനിൽ ഉണ്ടാവുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അക്ഷരങ്ങളുടെ സ്ഥാനത്ത് ഒരു ബ്ലാങ്കാണ് ഉണ്ടാവുക. അത് കുട്ടിയെ അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത്. 2, കുട്ടിയുടെ സ്വന്തം ചിന്താഗതിയും കുട്ടിയുടെ ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതോ കുട്ടിയെ കൊണ്ട് തന്നെ വായിപ്പിക്കുക. ഓക്കെ, അടുത്തത് കുറ്റപ്പെടുത്താതിരിക്കുക, തിരുത്താതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുട്ടികളുടെ പഠനം രസകരമാക്കാനും കുട്ടികൾക്ക് ബോറടിയില്ലാതെ വളരെ സന്തോഷത്തോടെ പഠിപ്പിക്കാൻ സാധിക്കും. ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അക്കൗണ്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.